കാത്തിരിപ്പിനിടെ ജീവനക്കാർക്ക് തിരിച്ചടി നൽകുന്ന പ്രസ്താവനയുമായി കേന്ദ്ര സർക്കാർ. പഴയ പെൻഷൻ പദ്ധതി പുനഃസ്ഥാപിക്കുമോ എന്ന ചോദ്യം രാജ്യസഭയിൽ ഉയർന്നപ്പോഴാണ് നിർണായകമായ മറുപടി ലഭിച്ചത്. ധനകാര്യ മന്ത്രാലയത്തിന്റെ മറുപടിയിൽ ജീവനക്കാർ നിരാശയിലാണ്. രാജ്യത്തെ ദശലക്ഷക്കണക്കിന് കേന്ദ്ര സർക്കാർ ജീവനക്കാരും പെൻഷൻകാരും 8ാം ശമ്പള കമ്മീഷനു വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ സജീവമായി പുരോഗമിക്കുന്നുണ്ട്. എന്നാൽ കാത്തിരിപ്പിനിടയിലും ജീവനക്കാർക്ക് തിരിച്ചടി നൽകുന്ന കേന്ദ്ര സർക്കാരിന്റെ പ്രസ്താവന ജനങ്ങളെ നിരാശയിലാക്കുകയാണ്. ജീവനക്കാർക്ക് പഴയ പെൻഷൻ പദ്ധതി പുനഃസ്ഥാപിക്കുമോ എന്നത് സംബന്ധിച്ച് പാർലമെന്റിൽ പുതിയ വിവരങ്ങൾ വ്യക്തമാക്കിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. രാജ്യസഭയിൽ ഉയർന്ന ചോദ്യത്തിന് മറുപടിയായി കേന്ദ്ര സർക്കാർ ജീവനക്കാർക്കായി പഴയ പെൻഷൻ പദ്ധതി പുനഃസ്ഥാപിക്കാൻ നിലവിൽ യാതൊരു നിർദ്ദേശവുമില്ലെന്നാണ് കേന്ദ്ര ധനകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിരിക്കുന്നത്. സർക്കാരിന്റെ മുൻ നിലപാടിൽ മാറ്റമൊന്നുമില്ലെന്ന് വ്യക്തമാക്കുന്ന മറുപടി ലഭിച്ചതോടെ ഭൂരിഭാഗം ജീവനക്കാരും നിരാശയിലാണ്. പഴയ പെൻഷൻ പദ്ധതി പുനഃസ്ഥാപിക്കണമെന്നുള്ളത് കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ പ്രധാന ആവശ്യങ്ങളിലൊന്നായിരുന്നു. നാഷണൽ കൌൺസിൽ ഓഫ് ജോയിന്റ് കൺസൾട്ടേറ്റീവ് മെഷീനറി (AIDEF), റെയിൽവേ പോസ്റ്റൽ യൂണിയനുകൾ ഉൾപ്പെടെയുള്ള സംഘടനകൾ 8ാം ശമ്പള കമ്മീഷനോട് OPS തിരികെ കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടിരുന്നു. നിലവിലെ നാഷണൽ പെൻഷൻ സിസ്റ്റം വിപണി അധിഷ്ഠിതമായതിനാൽ കുറഞ്ഞ ശമ്പള സ്കെയിലിലുള്ളവർക്കും വൈകി ജോലിയിൽ പ്രവേശിച്ചവർക്കും ഉറപ്പുള്ള പെൻഷൻ ലഭിക്കുന്നില്ലെന്നാണ് യൂണിയനുകളുടെ വാദം. കൂടാതെ കേന്ദ്ര സർക്കാർ ബദലായി അവതരിപ്പിച്ച യൂണിഫൈഡ് പെൻഷൻ സ്കീമിലും ജീവനക്കാർ തൃപ്തരല്ലെന്ന് യൂണിയനുകൾ ചൂണ്ടിക്കാട്ടുന്നു. യോഗ്യരായ 26 ലക്ഷത്തിലധികം NPS വരിക്കാരിൽ 1.22 ലക്ഷത്തോളം പേർ മാത്രമാണ് UPS തെരഞ്ഞെടുത്തത്. അതിനാൽ പഴയ പെൻഷൻ പദ്ധതി തന്നെയാണ് ഏക ശാശ്വത പരിഹാരമെന്ന് സംഘടനകൾ വാദിക്കുന്നു. 2004 ജനുവരി 1 അതിനുശേഷമോ സർവീസിൽ കയറിയ കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് നിലവിൽ NPS, UPS എന്നിവ തന്നെയാണ് പെൻഷൻ ഓപ്ഷനുകളായി തുടരുന്നത്. ജീവനക്കാരുടെ ഭാഗത്തുനിന്ന് ശക്തമായ ആവശ്യം ഉയരുന്നുണ്ടെങ്കിലും തൽക്കാലം OPS തിരികെ കൊണ്ടുവരില്ലെന്ന നിലപാടിൽ തന്നെയാണ് കേന്ദ്ര സർക്കാർ. നാഷണൽ ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.